ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ കാശ്മീർ ട്രിപ്പിലെ 4th ഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് സോനാമാർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. സോനാമാർഗ് ശ്രീനഗറിൽ നിന്നും ഏകദേശം 80 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. 2.5 മണിക്കൂറോളം നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ശ്രീനഗറിൽ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ വണ്ടി വന്ന് നമ്മളൊരു 9:30 കൂടിയിട്ട് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു കേട്ടോ. യാത്ര പുറപ്പെട്ട് കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് മഞ്ഞ് വീണ് കിടക്കുന്ന റോഡുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. നമ്മളങ്ങനെ യാത്രയൊക്കെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു കേട്ടോ. അപ്പോൾ സോനാമാർഗ് എത്തുന്നതിനും കുറച്ച് കിലോമീറ്ററുകളോളം മുമ്പ് വെച്ചിട്ട് നമ്മുടെ ഡ്രൈവർ പറയാണ്, നമ്മുടെ വണ്ടി ഇനി അങ്ങോട്ട് മുന്നിലോട്ട് അവർ വിടില്ല, അവിടെ നിന്ന് ടാക്സി വിളിക്കണമെന്ന് പറയാണ് കേട്ടോ. ഇത് ഈ ടാക്സിക്കാരും പുറത്തുനിന്ന് വരുന്ന ഡ്രൈവേഴ്സും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. കുറച്ചൊക്കെ അവരുടെ വരുമാന മാർഗ്ഗമാണത്. എങ്കിലും അവർ സ്ട്രിക്റ്റായിട്ട് അവിടെ നിന്ന് പോവില്ല എന്ന് പറയാനായിട്ട് അവിടെ അങ്ങനെ റൂളൊന്നുമില്ല. ഇവർ ഈ യൂണിയനായിട്ട് ഇവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷൈജേട്ടൻ പറഞ്ഞു, നമുക്ക് ഞങ്ങൾ ഈ വണ്ടിയിൽ തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് 2500-3000 രൂപയോളം വീണ്ടും കൊടുക്കേണ്ടി വരും വേറെ വണ്ടി ടാക്സി വിളിച്ച് പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ പോകുന്നതെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ പോയിട്ടാണ്. അങ്ങനെ പോയി. അപ്പോൾ അവിടെ അവർ ചോദിക്കുന്നുണ്ട്, ഒരു പോലീസ് നമ്മളെ കണ്ടു. അപ്പോൾ ആ പോലീസിൻ്റെ അടുത്ത് നമ്മുടെ ഡ്രൈവർ, അതായത് ശ്രീനഗറിൽ നിന്ന് വന്ന ഡ്രൈവർ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നമ്മൾ ടാക്സി വിളിക്കാതെ ഈ വണ്ടിയിൽ തന്നെ ഞങ്ങളെ കൊണ്ടുപോകുക എന്ന് പറയുന്നത്. പക്ഷേ പോലീസുകാരൻ പറയുന്നത് അതൊന്നും സാരമില്ല, നീ കൊണ്ടുപോകുന്നതാണ് പറയുന്നത് കേട്ടോ. പക്ഷേ അവിടെ അങ്ങനെ ഒരു നിയമം, ഇവർ നമ്മളെ പേടിപ്പിക്കുന്നത് പോലീസ് കണ്ടാൽ നിങ്ങളെ തിരിച്ചു വിടും, അവിടേക്ക് കടത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവിടെ അങ്ങനെ ഒരു നിയമമില്ല. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ വണ്ടിയും അവിടെ കടത്തി വിടുന്നൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കറിയില്ല ഇനി വേറെ അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് റൂൾ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ വണ്ടി എനിവേ അവർ കടത്തി വിട്ടു. ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ. ഗഗൻഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലവും സോനാമാർഗുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വലിയ ടണലാണ് കേട്ടോ. ഇത് 2 വരിപ്പാതയുള്ള വലിയൊരു ടണൽ. ഏകദേശം ഇതൊരു 6.5 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ 15 മിനിറ്റോളം നമ്മൾ ഈ ടണലിൽ കൂടെ തന്നെ യാത്ര ചെയ്തു. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ടണലിൽ കൂടെ ഞാൻ യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെയും ഇത് മുന്നോട്ട് ഇതിൻ്റെ വർക്ക് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ടണൽ കാർഗിലിലേക്കുള്ള ടണലാണെന്നാണ് പറയുന്നത്. അതിൻ്റെ പണി ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി പണിക്കാരും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സോനാമാർഗ് കറക്റ്റ് പ്ലേസ് എത്തി. അവിടെ നമുക്ക് ലോങ് ജാക്കറ്റും ലോങ് ബൂട്ടൊക്കെ റെൻറ്റിന് എടുക്കാൻ കഴിയുമായിരുന്നു. അവിടെ ഒത്തിരി ആളുകൾ അതുപോലെ റെൻറ്റിന് കൊടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ലോങ് ജാക്കറ്റും ലോങ് ബൂട്ടൊക്കെ ചെറിയ തുകയ്ക്ക് റെൻറ്റിന് എടുത്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് പോകുമായിരുന്നു കേട്ടോ. ഒരു വലിയ ഗ്രൗണ്ട് പോലെയാണ് തോന്നുന്നത്. കുറച്ച് കയറ്റവും ഒക്കെ ആയിട്ട് കുറച്ച് അങ്ങ് പോകും തോറും കുറച്ച് കയറ്റമാണ്. കുറേ പൈൻ മരങ്ങളും ദേവദാരു മരങ്ങളൊക്കെ ചുറ്റോറും നിൽക്കുന്ന ഒരു വലിയ ഗ്രൗണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോകുന്നു. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഒത്തിരി സ്ലെഡ്ജ് വലിക്കുന്ന ആളുകളും സ്നോ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മഞ്ഞിൽ കൂടെ പോകുന്ന സ്കൂട്ടർ പോലത്തെ വണ്ടി ഉണ്ടല്ലോ, അത് ഓടിപ്പിക്കുന്ന ആളുകളും കുറേ ഫോട്ടോഗ്രാഫേഴ്സും നമ്മളിങ്ങനെ പൊതിഞ്ഞ് വരുവാണ് കേട്ടോ. അവരെ വിളിച്ച് നമ്മൾ സ്ലെഡ്ജിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ സ്നോ മൊബൈൽ എന്ന് പറഞ്ഞ വണ്ടിയിൽ പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊതിഞ്ഞ് വരുവാണ്. എനിക്ക് തോന്നുന്നു ഈ സോനാമാർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് സ്ലെഡ്ജോ സ്നോ മൊബൈലോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല റെൻറ്റിന്. കാരണം നമുക്ക് പതുക്കെ നടന്ന് നമ്മുടെ ഫോട്ടോസും റീൽസും വീഡിയോസും ഒക്കെ എടുത്ത് ഈ മഞ്ഞിലൊക്കെ കളിച്ചും അത് ആസ്വദിച്ചും നമുക്ക് പതുക്കെ നടന്ന് പോയി തിരിച്ചു വരാവുന്ന ദൂരമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒത്തിരി നടക്കാൻ പറ്റാത്തവർക്ക് പറ്റില്ലായിരിക്കും. പക്ഷെ ഞങ്ങൾ സ്ലെഡ്ജോ സ്നോ മൊബൈലോ ഒന്നും ഇവിടെ റെൻറ്റിന് വിളിച്ചില്ല കേട്ടോ. നമ്മൾ നടന്ന് പോയി ആസ്വദിച്ച് നമ്മൾ സ്വയം വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഫോട്ടോഗ്രാഫർ ഒരാളെ വിളിച്ചിരുന്നു. ഫോട്ടോഗ്രാഫേഴ്സ് നമ്മൾ കുറേ പിന്നാലെ നടന്ന് നമ്മളോടത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ട് നമ്മൾ അവർക്ക് ഒരു റെൻറ്റ് നമ്മൾ പറയുകയാണ്. നമ്മൾ കുറേ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ റേറ്റിന് നമുക്ക് അവർ വരും കേട്ടോ. അപ്പോൾ അവരാദ്യം തന്നെ എല്ലാവരും തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് കാശ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഫോട്ടോഗ്രാഫറെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മുടെ ഫോട്ടോഗ്രാഫർ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഒത്തിരി ഫോട്ടോസ് അവരെടുത്തുനിന്ന് നല്ല ക്ലാരിറ്റിയുള്ള നല്ല ഫോട്ടോസ്. അവിടെ നല്ല നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഒത്തിരി ഉണ്ട്. നല്ല ആളുകളെ നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ റീൽസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ എടുത്ത് എഡിറ്റ് ചെയ്ത് തരും കേട്ടോ. ഒത്തിരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. 4:30 വരെ നമ്മളവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്ത് നമ്മളങ്ങനെ മഞ്ഞിലൊക്കെ കളിച്ചും മഞ്ഞ് കണ്ട് ആസ്വദിച്ചും ഒക്കെ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. വളരെ സന്തോഷകരമായ നല്ല സമയങ്ങളായിരുന്നു കേട്ടോ. അവിടെ ഒത്തിരി ആൾക്കാർ വന്ന് ഇതുപോലെ സമയം സ്പെൻഡ് ചെയ്യുന്നതും അവിടെ എൻജോയ് ചെയ്യുന്നത് കാണാനും നമുക്കൊരു മനസ്സിന് നല്ല സന്തോഷം തരുന്ന കാഴ്ചകളായിരുന്നു കേട്ടോ. ഒത്തിരി ഫോട്ടോസും വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റി. നമ്മളിവിടെയൊക്കെ നടന്ന് തന്നെ കണ്ട് ഇതൊക്കെ ആസ്വദിച്ചു പോന്നു. നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ ഉണ്ടായിരുന്ന കാരണം ആ ചേട്ടന് നല്ല ക്ലാരിറ്റിയുള്ള ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുത്തു തന്നു. അപ്പം അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങിയിട്ടോ. കാരണം നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവിടെ കുറേ പയ്യന്മാർ മാഗി ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് മാഗിയും മേടിച്ച് കഴിച്ചു. കുറച്ച് വിശപ്പിനൊരു ശമനം ഉണ്ടായി. കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ഇതൊക്കെയാണ് ആളുകൾ മാഗി കഴിക്കാനിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് മാഗിയൊക്കെ കഴിച്ച് അവിടുന്ന് കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് ആളുകൾ വരുന്നതും പോകുന്നതൊക്കെ കണ്ട് മഞ്ഞ് കാണാമെന്ന് തന്നെ അവിടെ ഇരിക്കാമെന്ന് തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ഇതായിരുന്നു കേട്ടോ, എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ കണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് 4:30-5 മണിയോട് കൂടി നമ്മൾ നമ്മുടെ വണ്ടിയിൽ കയറി തിരിച്ചു പോവായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.